വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ അസോസിയേഷൻ ഓഫ് ടു വേരിയബിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേരിയബിൾ എന്താണെന്ന് നോക്കാം. വേരിയബിൾ എന്ന് പറയുന്നത് വാല്യൂ മാറാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ ആളുകൾക്കും ഒരേ വാല്യൂ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ എല്ലാവരുടെയും ഏജ്, ഹൈറ്റ്, വെയ്റ്റ്, മാർക്സ് ഇതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവയെല്ലാം വേരിയബിൾസ് ആണ്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ വാല്യൂ ചേഞ്ച് ആകുന്ന എന്തും ഒരു വേരിയബിളാണ്. ഇനി നമുക്ക് അസോസിയേഷൻ ഓഫ് ടു വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. അസോസിയേഷൻ എന്നാൽ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് പഠിക്കുന്നു. അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ആകുമ്പോൾ മറ്റൊരു വേരിയബിളും ചേഞ്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് കൂടുതൽ സ്റ്റഡി ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് കൂടാൻ സാധ്യതയുണ്ട്. ഇവിടെ സ്റ്റഡി ഹവേഴ്സ് ഒരു വേരിയബിളാണ്, മാർക്സ് മറ്റൊരു വേരിയബിളാണ്. ഈ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അസോസിയേഷൻ ഓഫ് ടു വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് പറയാനാണെങ്കിൽ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് അസോസിയേഷൻ. എന്തിനാണ് അസോസിയേഷൻ ഓഫ് ടു വേരിയബിൾസ് പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലൂടെ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് ചെയ്യാനും ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും ഡേറ്റയിൽ ഹിഡനായിരിക്കുന്ന പാറ്റേൺസ് കണ്ടെത്താനും ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി അഡ്വർടൈസ്മെൻറ്റിന് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ആകുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയാൽ കമ്പനിക്ക് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ബെറ്ററായി പ്ലാൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അസോസിയേഷൻ സ്റ്റഡി ചെയ്യുന്നത് ബിസിനസ് ഡിസിഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. ആദ്യം നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് മാത്രം എടുക്കുന്ന വേരിയബിളാണ്. ഇതെപ്പോഴും വോൾ നമ്പേഴ്സ് ആയിരിക്കും, ഡെസിമൽ വാല്യൂസ് ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് കാർസ്, നമ്പർ ഓഫ് ബുക്സ് എന്നിവയെല്ലാം ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആണ്. ഒരു ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയാം, പക്ഷേ 25.5 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൗണ്ട് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ് ഉള്ള വേരിയബിൾസിനെ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഓർഡിനൽ വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഓർഡിനൽ വേരിയബിൾ എന്നാൽ വാല്യൂസിന് ഒരു മീനിങ് ഓർഡർ അല്ലെങ്കിൽ റാങ്കിങ് ഉള്ള വേരിയബിളാണ്. അതായത് ഏതാണ് ബെറ്റർ അല്ലെങ്കിൽ ഹയർ എന്ന് നമുക്ക് അറിയാം, പക്ഷേ ഓരോ റാങ്കും തമ്മിലുള്ള എക്സാക്ട് ഡിഫറൻസ് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പുവർ, ആവറേജ്, ഗുഡ്, എക്സലൻ്റ് എന്ന റേറ്റിംഗ്സ് നോക്കൂ. ഇവിടെ ഓർഡർ ഉണ്ട്. പുവറിനേക്കാൾ ആവറേജ് ബെറ്ററാണ്, ആവറേജിനേക്കാൾ ഗുഡ് ബെറ്ററാണ്. പക്ഷേ പുവറിൽ നിന്നും ആവറേജിലേക്കുള്ള ഡിഫറൻസും ഗുഡിൽ നിന്നും എക്സലൻറ്റിലേക്കുള്ള ഡിഫറൻസും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓർഡർ മാത്രം കാണിക്കുന്ന വേരിയബിൾസിനെ ഓർഡിനൽ വേരിയബിൾസ് എന്ന് പറയുന്നു. ഒരു ഈസി ട്രിക്ക് ഇവിടെ ഓർത്ത് വയ്ക്കാം. ഓർഡിനൽ ഈക്വൽ ടു ഓർഡർ. അങ്ങനെ ഓർക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് എഴുതാൻ പറ്റും. അടുത്തത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് വേരിയബിൾ എന്നാൽ ഒരു റേഞ്ചിനുള്ളിൽ ഏത് വാല്യൂം എടുക്കാൻ കഴിയുന്ന വേരിയബിളാണ്. ഇത് കൗണ്ട് ചെയ്യുന്നതല്ല, മെഷർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡെസിമൽ വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ്, വെയ്റ്റ്, ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ് എന്നിവയെല്ലാം കണ്ടിന്യൂസ് വേരിയബിൾസ് ആണ്. ഒരാളുടെ ഹൈറ്റ് 165.5 സെൻറ്റിമീറ്റർ ആവാം, വെയ്റ്റ് 62.7 കിലോഗ്രാം ആവാം. ഇതുപോലെ ഡെസിമൽ വാല്യൂസ് വരുന്നത് കൊണ്ടാണ് ഇവയെ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച വേരിയബിൾ ടൈപ്സിൻ്റെ കമ്പാരിസൺ ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം തന്നെ ഇവിടെ ഫീച്ചേഴ്സാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെ കൊടുത്തിട്ടുണ്ട് ഡിഫറൻസസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഫീച്ചറാണ് മീനിങ് എന്നുള്ളത്. ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ മീനിങ് എന്താണ്? അത് കൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇനി ഓർഡിനൽ വേരിയബിളോ ഓർഡേർഡ് ഓർ റാങ്ക്ഡ് വാല്യൂസ് ആണ്. കണ്ടിന്യൂസ് വേരിയബിളോ മെഷറബിൾ വാല്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് ഫീച്ചറാണ് നേച്ചർ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ നേച്ചർ കൗണ്ടാണ്. അതേപോലെ തന്നെ ഓർഡിനൽ വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡറാണ് അവിടുത്തെ നേച്ചർ.
ഇനി കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ മെഷറാണ്. ഡെസിമൽ വാല്യൂസിൻ്റെ കേസിൽ നോക്കാനാണെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിളിൽ നോ ഡെസിമൽ വാല്യൂസ് ആണ്. അതുതന്നെയാണ് ഓർഡിനൽ വേരിയബിൾസിലും നോ ഡെസിമൽ വാല്യൂസ്. കണ്ടിന്യൂസ് വേരിയബിളിലാണ് എന്ത് വരുന്നത്? ഡെസിമൽ വാല്യൂസ് വരുന്നത്. ഇനി എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്. ഡിസ്ക്രീറ്റ് വേരിയബിൾസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് കാർസ്, നമ്പർ ഓഫ് ബുക്സ്. ഇനി ഓർഡിനൽ വേരിയബിളിൽ പുവർ, ആവറേജ്, ഗുഡ്, എക്സലൻറ്റ് ഇതെല്ലാം ഓർഡിനൽ വേരിയബിളിൽ വരുന്നു. ഇനി കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് വരുന്നത്? ഹൈറ്റ്, വെയ്റ്റ്, ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ് ഇതെല്ലാം വരും. ഇനി ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിക്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ് കൗണ്ട് എന്നുള്ളത്. ഓർഡിനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡർ, കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും മെഷറാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾ ടൈപ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യണമെന്ന് കരുതുക. ഇവിടെ സ്റ്റഡി ഹവേഴ്സ് ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. കാരണം അത് 2.5 ഹവേഴ്സ്, 4.75 ഹവേഴ്സ് ഇതുപോലെയാണ് മെഷർ ചെയ്യുന്നത്. അറ്റൻഡൻസ് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. കാരണം അത് നമ്പർ ഓഫ് ഡേയ്സ് കൗണ്ട് ചെയ്യുന്നതാണ്. ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ഓർഡിനൽ വേരിയബിൾ ആണ്. കാരണം A+A, B+B എന്നിങ്ങനെ ഓർഡർ ഉണ്ട്. ഡേറ്റ അനലിറ്റിക്സിൽ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്താണ് സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്.